ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദി ഷെലാസ് വേൾഡ്. ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചൊവ്വരി കൊണ്ടൊരു ഉപ്മാവാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതിനാവശ്യമായുള്ള ചൊവ്വരി നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിനിമം 3 തവണയെങ്കിലും കഴുകിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത ചൊവ്വരിയുടെ അതേ അളവ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് 4-5 മണിക്കൂർ കുതിർക്കാനായി വെക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല, കാരണം ചൊവ്വരി കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മളെടുത്ത ചൊവ്വരിയുടെ അതേ അളവ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പാടുകയുള്ളൂ. ഇതിപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ചൊവ്വരി കറക്റ്റായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടായി ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് വറുത്തെടുത്ത നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നേരത്തെ മാറ്റി വെച്ച ചൊവ്വരി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് സ്ലോ ആക്കി 5-10 മിനിറ്റ് ഇത് വേവിക്കാനായി മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചൊവ്വരി ഉപ്മാവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ടേസ്റ്റിന് വേണ്ടി വറുത്തെടുത്ത നിലക്കടല ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൊവ്വരി ഉപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല രുചിയുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.